സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന ഒരു ബിഗ്ഗസ്റ്റ് കൺഫ്യൂഷൻ ആണ് എന്ത് ബുക്ക് വായിക്കണം, ഏതാണ് ടോപ്പർമാർ ഫോളോ ചെയ്യുന്നത്, നമുക്ക് ടെലിഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ള PDF മതിയാവോ എന്നൊക്കെ. സോ ഇന്ന് ഈ സെഷനിൽ നമുക്ക് ആ കൺഫ്യൂഷൻ മൊത്തം ക്ലിയർ ആക്കാം. കാരണം UPSC ഒരിക്കലും കൂടുതൽ മെറ്റീരിയൽ വായിക്കുന്നവരെ അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നവരെ അല്ല റിവാർഡ് ചെയ്യുന്നത്. ഇറ്റ് റിവാർഡ്സ് ദോസ് ഹു മാസ്റ്റർ ലിമിറ്റഡ് സോഴ്സസ് ആൻഡ് റിവൈസ് ദം റിപ്പീറ്റഡ്ലി. നിങ്ങൾ ലിമിറ്റഡ് സോഴ്സസ് അത് പ്രോപ്പർ ആയിട്ട് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയും അല്ലെങ്കിൽ ആ കോണ്ടന്റ് അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് റിവാർഡ് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ റാൻഡം റീഡിങ്ങോ വെറുതെ വായിച്ചിട്ട് പോയിട്ട് 50 ബുക്കോ 100 ബുക്കോ വായിച്ചിട്ട് പോയിട്ട് പരന്ന വായന എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഭയങ്കര സ്പെസിഫിക് ആയിട്ട് UPSCക്ക് ഒരു സ്പെസിഫിക് സിലബസ് ഉണ്ട്. എവറിത്തിങ് അണ്ടർ ദ സൺ എന്നൊക്കെ വെറുതെ പറയുന്നതാണ്, അങ്ങനെയൊന്നുമില്ല. സ്പെസിഫിക് സിലബസ് ഉണ്ട്. ആ സിലബസ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യുക. അതിന് കുറച്ച് റിസോഴ്സസ് ഉണ്ട്. അതേ റിസോഴ്സസ് തന്നെ ഫോളോ ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് റീഡ് ചെയ്യുക, മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക, അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നോക്കാം. സോ ഈ സെഷനിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് UPSC പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ബാക്ഡ് ആയിട്ടുള്ള ഒരു 20 ടൈം ടെസ്റ്റഡ് ബുക്സ് ആണ്. സോ ഇത് ലാസ്റ്റ് 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസിലും അതുപോലെ ഓൾമോസ്റ്റ് 200 മെന്റീസ് എൻ്റെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ ലാസ്റ്റ് പ്രിലിംസ് ക്ലിയർ ചെയ്തവരും പ്രിലിംസ് ആണ് ക്ലിയർ ചെയ്തവരുടെയും ഒരു ഇൻപുട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഏതൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തുടങ്ങി നിങ്ങൾ ഈ ഒരു റിസോഴ്സസ് മാത്രം നിങ്ങളുടെ കളക്ഷനിൽ ആഡ് ചെയ്യുക, അത് മാത്രം വായിക്കുക, അത് മാത്രം റിവൈസ് ചെയ്തുകൊണ്ട് പോവുക. സോ എന്ത് വായിക്കണം, എത്രത്തോളം വായിക്കണം, എങ്ങനെ അതിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് മോഡേൺ ഇന്ത്യ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മോഡേൺ ഹിസ്റ്ററി. സോ ഏറ്റവും സ്കോറിംഗ് ആണ്, പക്ഷെ എപ്പോഴും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അഫ്രൈഡ് ആയിട്ടുള്ള പേടിയുള്ള ഒരു ഏരിയയാണ് മോഡേൺ ഇന്ത്യ. ഇതിന് നമുക്ക് വേണ്ടത് സ്പെക്ട്രം ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, ആ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ്സ് ഇറ്റ്. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇനി അത് കൂടാതെ വേണം എന്നുണ്ടെങ്കിൽ NCERT ക്ലാസ് 12 മോഡേൺ ഇന്ത്യ അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യ ബൈ ബിപിൻ ചന്ദ്ര. പക്ഷെ ബിപിൻ ചന്ദ്ര ഫ്രീഡം സ്ട്രഗിൾ ഒന്നും അങ്ങനെ അത്രയും ഡീപ്പ് അങ്ങനത്തെ ഇതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, എസ്പെഷ്യലി പ്രിലിംസിൽ. കാരണം സ്പെക്ട്രം ഒരു നോട്ട്സ് മാതിരിയാണ്, അത് തന്നെ ഹെവിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും അത് കംപ്ലീറ്റ് വായിച്ച് അത് കംപ്ലീറ്റ് റീറ്റെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്, എസ്പെഷ്യലി നമുക്ക് ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ ഉള്ളപ്പോൾ. 3-4 വർഷം നിങ്ങൾ അറ്റംപ്റ്റ് എടുത്താലും നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യ സ്പെക്ട്രം തന്നെ തീരില്ല. ബുക്ക് ചെറുതാണ്, പക്ഷെ കോണ്ടന്റ് വൈസ് ബൾക്കിയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മതി. ഇനി എന്തുകൊണ്ടാണ് ഞാൻ അത് മതി എന്ന് പറയുന്നത്? നമ്പേഴ്സ് നെവർ ലൈ. നമുക്ക് നമ്പേഴ്സ് വെച്ച് നോക്കാം, അതാണ് ഇവിടുത്തെ എവിഡൻസ്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ട്രെൻഡ് എടുക്കുന്നുള്ളൂ. ഞാൻ 5 വർഷം മുമ്പ് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അതിനും ബാക്കിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ റീസെന്റ് ട്രെൻഡാണ് നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. സോ 5 വർഷം മുമ്പ് വർക്ക് ചെയ്ത സ്ട്രാറ്റജി ഇപ്പോൾ വർക്ക് ചെയ്യില്ല. സോ ഇപ്പൊ എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ ഈ ബുക്കുകൾ തന്നെയാണ് 5 വർഷം മുമ്പും 10 വർഷം മുമ്പും ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോഴും ഫോളോ ചെയ്തത് തന്നെയാണ് കേട്ടോ. സോ UPSC നമ്മൾ 2020 ടു 2024 വരെയുള്ള ഒരു ലാസ്റ്റ് ഒരു 5 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ 30 ക്വസ്റ്റ്യൻസിൽ 24 ക്വസ്റ്റ്യൻസ് സ്പെക്ട്രത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. സോ ചോദിച്ചിരിക്കുന്ന 30 ക്വസ്റ്റ്യനിൽ അതായത് 82% ഡയറക്റ്റ് സ്പെക്ട്രം ആണ്. സോ നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻ അത് ഏത് വായിച്ചാലും നിങ്ങൾക്ക് ഒരുമാതിരി കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്, ന്യൂസ് റിലേറ്റഡ് ആണ്. സോ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ആന്തം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 2021, അത് കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആണ്. സോ നമ്മളത് സെപ്പറേറ്റ്ലി പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ നമ്മുടെ കറണ്ട് അഫയർ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 15 മന്ത്സിന് 15 ടെസ്റ്റ് ഉണ്ട്, 100 ക്വസ്റ്റ്യൻസ് വെച്ച് 100 ടോപ്പിക്. ഓരോ മന്തിനും 100 ടോപ്പിക് നമ്മൾ കവർ ചെയ്യും. അത് കഴിഞ്ഞ് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള 5 ടെസ്റ്റ്. സോ മൊത്തം ഒരു 2000 ടോപ്പിക്സോളം നമ്മൾ കറണ്ട് അഫയേഴ്സ് മാത്രം കവർ ചെയ്യും. ഇതിലെല്ലാം ഈ കറണ്ട് അഫയർ ലിങ്കേജ് ഹിസ്റ്ററിയിൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾ ജോഗ്രഫിയിൽ ഉണ്ടാവും, പോളിറ്റിയിൽ ഉണ്ടാവും, എക്കണോമിയിൽ ഉണ്ടാവും, എല്ലാത്തിലും ഈ കറണ്ട് അഫയർ ലിങ്കേജ് ഉണ്ടാവും. സോ കോർ സബ്ജക്ട് അതിൽ ചോദിച്ചേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ബേസിക്കലി സ്പെക്ട്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈവൻ 2023-24 പാറ്റേൺ ഇനി വന്നാൽ പോലും 21 കുറച്ച് പ്രശ്നം ഉണ്ടാക്കി അല്ലെ, അങ്ങനെ. ഇനി അതിനുശേഷം തിരിച്ച് അതേ പാറ്റേൺ തന്നെ നമുക്ക് പഴയ പാറ്റേൺ തന്നെ വന്നിട്ടുണ്ട്. മെജോറിറ്റി ഡയറക്റ്റ് സ്പെക്ട്രത്തിലാണ്. നമ്മൾ 2021 കണ്ടു കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ വിചാരിച്ചു സ്പെക്ട്രത്തിന്റെ റെലവൻസ് പോയോ, പക്ഷെ ഇല്ല. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫുൾ വായിക്കാൻ ഇനി സമയമില്ല എങ്കിൽ മാത്രം ഫുൾ വായിക്കാൻ പറ്റിയ വായിക്കുക, നല്ലൊരു ഐഡിയ ഉണ്ടാക്കുക. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ചാപ്റ്റർ 3, ചാപ്റ്റർ 5, 8, 26, 35. സോ ഇത്രയും ചാപ്റ്റേഴ്സ് എന്നാണ് ഈ ചോദിച്ചേക്കുന്ന 30 ക്വസ്റ്റ്യൻസിൽ 12 ക്വസ്റ്റ്യൻസോളം വന്നേക്കുന്നത്. സോ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. ഇവിടെ
സ്പെക്ട്രം 2 തവണ വായിക്കുക, 2 തവണയിൽ കൂടുതൽ റിവൈസ് ചെയ്യുക, അല്ലെ? പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഏരിയാസ്, ഇമ്പോർട്ടന്റ് ഫാക്ട്സ് അതെല്ലാം ഹൈലൈറ്റ് ചെയ്യുക. ബിപിൻ ചന്ദ്രയുടെ ആവശ്യമില്ല. പ്രിലിംസിന് സ്പെക്ട്രം ഇസ് മോർ ദൻ എനഫ്. ദാറ്റ്സ് ഇറ്റ്. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക, സ്പെക്ട്രം മാത്രം മതി. വേറെ നിങ്ങൾ അപ്പൊ പിന്നെ നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ആവില്ല, കൂടുതൽ റിസോഴ്സസിലേക്കൊന്നും പോവില്ല. ഓക്കെ. ഇനി ജോഗ്രഫി വരുമ്പോൾ NCERT ക്ലാസ് 11-12 ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി. വേണമെങ്കിൽ 6th സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ട് 12th സ്റ്റാൻഡേർഡ് വരെയുള്ള NCERTs എടുക്കാം. ബട്ട് 11-12 സഫീഷ്യൻറ്റ്. അലോങ് വിത്ത് ദാറ്റ് ഗോച്ചിങ് ലിയോങ്, അത് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഗോച്ചിങ് ലിയോങ്. ഇനി നമ്മൾ 2024 പ്രിലിംസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ 18 ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്തുകൊണ്ടാണ് ഈ റിസോഴ്സസ് മതി എന്ന് പറയുന്നത്. അതിൽ തന്നെ അറ്റ്മോസ്ഫിയറിക് ഹീറ്റിംഗ്, വോൾക്കാനിക് ഇറപ്ഷൻ, ഐസോതേംസ്, ഇതെല്ലാം ഡയറക്റ്റ് NCERT അല്ലെങ്കിൽ കോച്ചിങ് ലിയോങ് എന്ന് വേർഡ് ടു വേർഡ് വെർബാറ്റും ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അറ്റ്മോസ്ഫിയർ ഇസ് ഹീറ്റഡ് മോർ ബൈ ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ദാൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ, ട്രൂ ഓർ ഫോൾസ്? ആൻസർ ഡയറക്റ്റ് NCERT നോക്കിക്കഴിഞ്ഞാൽ സെയിം ലൈൻ, അത് വെർബാറ്റിംഗ് കോപ്പി പേസ്റ്റ് ആണ് ഇവിടെ. സോ തിയറി പേപ്പർ ആണ് എങ്കിൽ, തിയറിയാണ് ചോദിക്കുന്നതെങ്കിൽ ജോഗ്രഫി റിലേറ്റഡ് ഈ റിസോഴ്സസ് മതി നിങ്ങൾക്ക്. NCERTയും കോച്ചിങ് ലിയോങ്ങും മതി. ഇനി ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്, കറണ്ട് അഫയർ ലിങ്കേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് കറണ്ട് അഫയേഴ്സും പ്ലസ് എക്കോളജി എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് വേണ്ടി വരും. അങ്ങനെയാണ് നിങ്ങൾ ആ ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് ടോപ്പിക് ഹാൻഡിൽ ചെയ്യേണ്ടത്. ജോഗ്രഫി മാത്രമായിരിക്കില്ല, കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ അത് എക്കോളജി ആയിട്ട് കണക്റ്റഡ് ആവും, എൻവയോൺമെന്റ് ആയിട്ട് കണക്ട് ആവും, ചിലപ്പോൾ സയൻസ് ആയിട്ട് കണക്ട് ആവും. സോ മിക്സ് ആയിട്ടായിരിക്കും അത് വരാൻ ചാൻസ് ഉള്ളൂ. സോ ജോഗ്രഫി ഇത്രയും മതി. ഓക്കെ. ഇനി എക്കണോമി, ഇന്ത്യൻ എക്കണോമിയുടെ വിവേക് സിംഗിന്റെ ബുക്കാണ് നമുക്ക് വേണ്ടത്. സോ ഇവിടെ നമ്മൾ 2020 തുടങ്ങി 24 വരെ എടുത്തു കഴിഞ്ഞാൽ 80 എക്കണോമിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് എവറി ഇയർ 20 ക്വസ്റ്റ്യൻസ് ഓൺ ആൻ ആവറേജ് ചോദിച്ചിട്ടുണ്ട്. അതിൽ കുറെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് 28 ക്വസ്റ്റ്യൻസ് അതിൽ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയർ ലിങ്കേജ് ആണ്, ലൈക്ക് ഡിജിറ്റൽ റുപ്പി, NFT, CSR അങ്ങനത്തെ ഒക്കെ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി ആ കോർ ടോപ്പിക്സ് ആണ്, ബേസിക് കോൺസെപ്റ്റ്സ്, മണി, ബാങ്കിങ്, ഇൻഫ്ലേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ അതിൽ തന്നെ ഈ ഒരു ബുക്കിൽ തന്നെ ആദ്യത്തെ 2 ചാപ്റ്റർ മാത്രം അറൌണ്ട് 60-70 പേജസേ ഉള്ളൂ. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മെജോറിറ്റി ഓഫ് ദ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ അങ്ങനെയാണ്, അതാണ് ഈ ബുക്കിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ UPSC ഇപ്പം ഡീപ് ഫൈനാൻസ് ടേംസ് ചോദിക്കുന്നുണ്ട്, ലൈക്ക് ചിലപ്പോൾ കോർപ്പറേറ്റ് ബോൺസ് ചോദിക്കുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ബോൺസ്, ക്യാപിറ്റൽ ഫ്ലൈറ്റ്സ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അവിടെയും നിങ്ങൾക്ക് പേടിയുടെ ആവശ്യമില്ല, പക്ഷെ നമുക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ്. സോ ഈ ഞാൻ പറഞ്ഞ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇന്റലിജന്റ്ലി വായിച്ചു കഴിഞ്ഞാൽ ടോപ്പേഴ്സ് ലെവൽ സ്കോർ നേടാൻ പറ്റും. എനിക്ക് ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം, ഒരാൾ ഫുൾ ബുക്ക് വെറുതെ ഇരുന്ന് വായിക്കുന്നതും ഈ 2 ചാപ്റ്റർ മാത്രം നിങ്ങൾ ഇന്റലിജന്റ്ലി ഫോക്കസ് ചെയ്ത് റിവൈസ് ചെയ്ത് വായിക്കുന്നതും ഇതായിരിക്കും നിങ്ങൾ കൂടുതൽ റിവാർഡ് ചെയ്യുന്നത് മറ്റതിനേക്കാളും. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, ഇന്ത്യൻ പോളിറ്റി. ഇവിടെ ഡിസ്പ്യൂട്ട്സ് ഒന്നുമില്ല, എല്ലാവരും ഫോളോ ചെയ്യുന്ന ഇതാണ്. ഇതുപോലും കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലക്ഷ്മികാന്ത് ആണ്. ഓക്കെ, ഇന്ത്യൻ പോളിറ്റി ലക്ഷ്മികാന്ത്. ചിലർ ചോദിക്കും ബെയർ ആക്ട് വേണോ, DD ബസ് വേണോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ലക്ഷ്മികാന്ത്, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ വേണം. കാരണം നിങ്ങൾ ആദ്യം വായിക്കുമ്പോൾ ഒരു ദിവസം ഇരുന്നാലും ചിലപ്പോൾ 20 പേജ് വായിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ റീഡിംഗിൽ പക്ഷേ നിങ്ങൾ ഫെമിലിയർ ആയി, ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 40 പേജ് വായിക്കാൻ പറ്റും. മൂന്നാമത് വരുമ്പോൾ റിവിഷൻ ആയി ഒരു ദിവസം 100 പേജ് വായിക്കാം. പിന്നെ ലാസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ആ ഒരു ബുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതാണ്, നമുക്ക് മൾട്ടിപ്പിൾ റീഡിങ്സ് വേണം, അത്രയും ഫെമിലിയർ ആവണം, അപ്പോഴാണ് നമുക്ക് ആ കോൺഫിഡൻസും കിട്ടുന്നത്. സോ ലാസ്റ്റ് 5 ഇയേഴ്സ് പോളിറ്റി ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ 84 ക്വസ്റ്റ്യൻസ്, ഐ എം ടോക്കിംഗ് വിത്ത് നമ്പേഴ്സ്, എവിഡൻസ്, ഡേറ്റ. സോ 84 ക്വസ്റ്റ്യൻസിൽ 71%, ഓൾമോസ്റ്റ് 60 ക്വസ്റ്റ്യൻസ് ഒരു 7 ചാപ്റ്റേഴ്സ് എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ടൈം ഇല്ലാത്ത ആളാണ്, അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു ഏരിയ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇയർ 7 ചാപ്റ്റേഴ്സ്. അത് ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, പാർലമെന്റ് ഒരു ബൾക്കി ചാപ്റ്റർ ആണ്, ഓൾമോസ്റ്റ് 50 പേജസ് ഉണ്ട്. പിന്നെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, DPSP, ജുഡീഷ്യറി, സ്കെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. പിന്നെ കറണ്ട് അഫയേഴ്സ് ലിങ്കേജ്, അതായത് സ്കീംസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫ്ലാഗ് കോഡ് ഉണ്ട്, ആധാർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ എന്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ക്വസ്റ്റ്യൻസ് ഈ 7 ചാപ്റ്റേഴ്സ് എന്നാണ് 84 ക്വസ്റ്റ്യൻസിൽ. സോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 70% ഓഫ് പോളിറ്റി ആൻസേർഡ് ആണ്. ബാക്കിയുള്ളതെല്ലാം പെരിഫറൽ ഏരിയാസ് ആണ്. സോ ടൈം കുറവാണെന്നുണ്ടെങ്കിൽ, വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ഈ 6-7 ചാപ്റ്റേഴ്സ് വായിക്കുക, റിപ്പീറ്റഡ്ലി റിവൈസ് ചെയ്യുക. ഡെപ്ത് മാറ്റേഴ്സ്, നോട്ട് കവറേജ്. റാൻഡം ആയിട്ട് കവർ ചെയ്തിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എൻറ്റയർ പോളിറ്റി ഫുൾ ഒരു തവണ വായിക്കുന്നതും ഈ 7 ചാപ്റ്റർ 2-3 റിവിഷൻ ആയിട്ട് വായിക്കുന്നതും നിങ്ങൾക്ക് ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അത് ഡെപ്ത് ആണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ്, റാൻഡം കവറേജ് അല്ല. പരന്ന വായന എന്ന് പറയുന്നത് വെറുതെയാണ്. അതുകൊണ്ട് ഒരു ഗുണം നിങ്ങൾക്ക് ഈ എക്സാമിൽ ഉണ്ടാവില്ല.
നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണ്ടേ? റീപ്രൊഡ്യൂസ് പരന്ന വായന കൊണ്ട് എങ്ങനെ ഞാൻ 200 വേർഡ്സും 300 വേർഡ്സ് ഒക്കെ എഴുതാൻ പറ്റും? പ്രിലിംസ് പോട്ടെ, മെയിൻസ് എഴുതണമല്ലോ. ഓക്കെ. ഇനി അതുപോലെ തന്നെ സി സാറ്റിന് പല ആൾക്കാരും അൺനെസസറി ആയിട്ട് പേടിക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് 80 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇയറിൽ ഒരു 80 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ 68 ഒരു കുറച്ച് 10 ഏരിയാസ് ഉണ്ട്. ആ 10 ഏരിയ എന്നാണ് 68 ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം 40 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി, 40 പോലും വേണ്ട, അല്ലേ? സോ മാക്സിമം സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. 33 35 ആ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ 30 ആണെങ്കിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. 66 മാർക്കല്ലേ വേണ്ടത്. അപ്പം ഈവൻ 30 ആണെങ്കിലും ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യും. 68 പാറ്റേൺസ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് സെയിം ഏരിയ എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ഏതൊക്കെയാണ്? സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ്. അത് തന്നെയാണ് ഈ CAPF എക്സാമിലും CDSന്റെ എക്സാമിലൊക്കെ ഉള്ളത്. UPSCയുടെ എല്ലാത്തിലും ഈ ഒരു ഏരിയാസ് ആണ് ചോദിക്കുന്നത്. ഓൾജിബ്ര ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, ഡേറ്റ സഫിഷ്യൻസി, പസിൽസ്, കോഡിംഗ്, ഡീകോഡിംഗ്, നമ്പർ സിസ്റ്റം, അതുപോലെ സീരീസ് ആൻഡ് സീക്വൻസ്, ആൻഡ് ദെൻ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, ജോമെട്രി, 3D, അങ്ങനത്തെ ആ ക്യൂബ് ഒക്കെ അല്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ സിംപ്ലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ CSAT ടഫാണ്, CSAT ക്വാളിഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസും അല്ല, അല്ലെ? ഈസി ആയിട്ട് നിങ്ങൾക്ക് കട്ട് ഓഫ് ക്രോസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏതെങ്കിലും ഒരു യുനോ റെഫറൻസ് മെറ്റീരിയൽ എടുത്താൽ മതി. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു ബുക്ക് പോലും വേണ്ട. DMHO, അഗർവാളോ ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. ഇത്രയും ഏരിയാസ് ഒന്ന് ജസ്റ്റ് കവർ ചെയ്താൽ മതി. ആ പാറ്റേൺസ് മനസ്സിലാക്കിയാൽ മതി. ഒരു 5 6 ക്വസ്റ്റ്യൻസ് എല്ലാത്തിൽ നിന്നും സോൾവ് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് ആൻഷ്യൻ മിഡീവൽ ഹിസ്റ്ററി. ഇവിടെ ആൻഷ്യൻ മിഡീവൽ ഹിസ്റ്ററിയിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു കൺസെൻസസ് ഇല്ല എല്ലാവരുടെ ഇടയിൽ. പല ആൾക്കാരും പല റിസോഴ്സസ് ആണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓൾമോസ്റ്റ് 200 മെന്റീസ് അവർ ക്രാക്ക് ചെയ്തത്, അവർ ഏതൊക്കെയാണ് ഫോളോ ചെയ്തത്, അതിന്റെ ബേസിലാണ് ഞാനിത് പറയുന്നത്. സോ NCERT ക്ലാസ് 11 ഫോർ ആൻഷ്യന്റ് ഇന്ത്യ, RS ശർമ്മ. NCERT ക്ലാസ് 11 മിഡീവൽ ഇന്ത്യ, അത് സതീഷ് ചന്ദ്ര. ഈ രണ്ടെണ്ണം സ്റ്റാൻഡേർഡ്, ഇത് എന്തായാലും വേണം. അതുകൂടാതെ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, തീംസ് 1 to 3. ആൻഡ് ദെൻ തമിഴ്നാടു സ്റ്റേറ്റ് ബോർഡിന്റെ ഒരു ബുക്ക് ഉണ്ട്, സംഘം, ആ ഏരിയ. പിന്നെ ലൂസെന്റ് GK, അത് ഫാക്ച്വൽ റീകോളിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി തമിഴ്നാട് ബോർഡ് ബുക്കും ലൂസെന്റ് GK. കഴിഞ്ഞ തവണ ഒക്കെ ചോദിച്ച മാതിരി UPSC ഇവിടെ കൂടുതലും എസ്പെഷ്യലി ആൻഷ്യൻ മിഡീവൽ ആർട്ട് ആർക്കിടെക്ചറിലൊക്കെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ലൈക്ക് കിങ്സ്, ലിറ്ററേച്ചർ, ഡൈനാസ്റ്റീസ്, ആർട്ട് ഫോംസ്. ഇവിടെ ലൂസെന്റും തമിഴ്നാട് ബോർഡും അൺബീറ്റബിൾ കോമ്പിനേഷൻ ആണ് ഫാക്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ. സോ അതുകൊണ്ടാണ് അത് രണ്ടും നിങ്ങൾക്ക് കൂട്ടത്തിൽ കവർ ചെയ്യണം. ഇനി നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചർ നോക്കാം. ഇവിടെ കൺസെൻസസ് ഉണ്ട്. നിതിൻ സിംഗാനിയ, ആർട്ട് ആൻഡ് കൾച്ചർ. വലിയ ബുക്കാണ്, ബൾക്കി ബുക്കാണ്. പക്ഷേ ഒരു ഈ ഒരു റെഫറൻസ് മാത്രം മതി ആ ഒരു ഏരിയക്ക്. അതായത് മൾട്ടിപ്പിൾ സോഴ്സസ് വേണ്ട. റിവൈസ് ചെയ്യുക, മാർക്ക് ചെയ്യുക. നോട്ട്സ് ഒന്നും എഴുതിയെടുക്കാൻ നിൽക്കേണ്ട, അത് എക്സ്ട്രാ ടൈം വേസ്റ്റ് ആണ്. മാർക്ക് ചെയ്ത് പോവുക, റെഫർ ചെയ്യുക, റിവൈസ് ചെയ്യുക, അപ്പം ഓർത്തിരിക്കുക. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മിസ്സാവരുത്. സോ ആ ഒരു ബുക്കിൽ തന്നെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്താൽ മതി. സെപ്പറേറ്റ് നോട്ട്സ് ഒന്നും ഉണ്ടാക്കിയ സമയങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഇതായിപ്പോ, അതിനുള്ളൊരു വേർത്ത് അതിന് നമുക്ക് കിട്ടില്ല. സോ 5 to 6 ടൈംസ് റിവൈസ് ചെയ്യുക, അതിന് വേണ്ടി അതിൽ തന്നെ മാർക്ക് ചെയ്ത് പോകുക. ഇതിൽ നിന്ന് നോട്ട് എഴുതിയെടുക്കണ്ട. ക്വാളിറ്റിയിലൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുത്താലും നിങ്ങൾക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. സോ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ബേസിക്കലി മെമ്മറി ഗെയിമാണ്, ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ റിവിഷൻ ആണ് വേണ്ടത്, വെറൈറ്റി അല്ല. റാൻഡം ആയിട്ട് വായിച്ചിട്ട് കാര്യമില്ല. റിവിഷൻ എന്തായാലും വേണം. മെമ്മറി ഗെയിമാണ്, ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് എൻവയോൺമെന്റ് എക്കോളജി. ഇവിടെ കൺസെൻസസ് ഉണ്ട്. നമുക്ക് ശങ്കർ IASന്റെ എൻവയോൺമെന്റ് ബുക്കാണ് വേണ്ടത്. സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ് എക്കോളജി, സയൻസ് ആൻഡ് ടെക്നോളജി. സോ എൻവയോൺമെന്റ് എക്കോളജിക്ക് ശങ്കർ IASന്റെ. സയൻസ് ആൻഡ് ടെക്നോളജി വരുമ്പോൾ NCERT ബയോളജി, എസ്പെഷ്യലി ക്ലാസ് 12 സെലക്റ്റീവ് ആയിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. 50% ക്വസ്റ്റ്യൻസ്. പക്ഷേ ഈ രണ്ട് ഏരിയയിലും, എൻവയോൺമെന്റ് എക്കോളജി, സയൻസ് ആൻഡ് ടെക്, നമുക്ക് കറണ്ട് അഫയേഴ്സ് ലിങ്കേജ്ഡ് ആയിട്ടാണ് വരുന്നത്. അതായത് ക്ലൈമറ്റ് സമ്മിറ്റ്സ്, ISRO മിഷൻസ്, റിന്യൂവബിൾ എനർജി, ബയോടെക് ഇന്നോവേഷൻസ്, അങ്ങനെ AI, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ഏരിയാസിൽ സയൻസ് ആൻഡ് ടെക്കിൽ നിന്നാണെങ്കിലും എൻവയോൺമെന്റ് എക്കോളജി ആണെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ സ്റ്റാറ്റിക് അതിന്റെ ബേസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു കോൺസെപ്റ്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വായിച്ചിട്ട് മെയിൻ ഫോക്കസ് നമുക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സ് അതിൽ കൊടുക്കണം. ഈ ഒരു ടോപ്പിക്സ് എല്ലാം നല്ല പ്രോപ്പറായിട്ട് കവർ ചെയ്യണം. അത് നമ്മുടെ ടെസ്റ്റ് സീരീസും നമ്മുടെ മാഗസിൻസും കവർ ചെയ്യും. അതിപ്പോൾ നമ്മുടെ മാഗസിൻസോ PIBയോ വിഷന്റെ മാഗസിനോ ഏതെങ്കിലും നിങ്ങൾ കവർ ചെയ്താലും മതി. ഓക്കെ. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞല്ലോ. നമ്മൾ 20 ബുക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി എന്തുകൊണ്ടാണ് ഈ 20 ബുക്സ്? ഇതൊരു ലിസ്റ്റ് മാത്രമല്ല, ഇതൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾ ഒരു ബുക്ക് പോലും വാങ്ങിക്കുന്നില്ല, ഒരു ബുക്ക് പോലും കളക്ട് ചെയ്യുന്നില്ല. ഈ പരീക്ഷ പാസ്സാവാണ്ട് നിങ്ങൾ വേറൊരു ബുക്കും വായിക്കാനും പോകുന്നില്ല. കാരണം നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം ഇത്രയും ബുക്കിൽ. എന്തെങ്കിലും അഡീഷൻ നിങ്ങളുടെ ഇതിലേക്ക് കളക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് മന്ത്ലി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് മാഗസിൻസ്, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം മാത്രമാണ് വരേണ്ടത്.
പിന്നെ നിങ്ങളുടെ ടെസ്റ്റ് സീരീസും ആൻസേഴ്സും ഇത്രയും ബുക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക. എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യും. UPSC ക്രാക്ക് ചെയ്യുന്നത് 50 ബുക്സ് ഒരു തവണ വായിച്ചവരല്ല, പരന്ന് വായിച്ചവരല്ല, ഡെപ്തിൽ വായിച്ചവരാണ്. 20 ബുക്സ് 5 ടൈം വായിച്ചവരാണ് ക്ലിയർ ചെയ്യുന്നത്. റീഡ് 1 ബുക്ക് 5 ടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് 5 ബുക്ക് 1 ടൈം. 5 ബുക്ക് 1 ടൈം കൊണ്ട് ഒരു യൂസും ഇല്ല. റിവൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. റീപ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല, പാസ്സാവില്ല. സോ 3 റൗണ്ട് റിവിഷൻ, 4 റൗണ്ട് റിവിഷൻ, 5 റൗണ്ട് റിവിഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഈ ഒരു 20 ബുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് 100 തവണ വായിക്കുന്നതിന് ഈക്വലായി. 5 തവണ 20 ബുക്ക് റിവൈസ് ചെയ്താൽ 100 ബുക്ക് വായിക്കുന്നതിന് ഈക്വലായി. അതാണ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി, അതാണ് സ്പീഡ്, അതാണ് ആ ഒരു ഇന്റർലിങ്കേജ് എല്ലാം നിങ്ങൾക്ക് തരുന്നത്. സോ ടോപ്പേഴ്സ് മന്ത്ര എന്ന് പറയുന്നത് റീഡ് ലെസ്, റിവൈസ് മോർ. കുറച്ച് വായിക്കുക, കൂടുതൽ റിവൈസ് ചെയ്യുക, റീറ്റെയിൻ ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക. സോ നിങ്ങളൊരു മെറ്റീരിയൽ കളക്ടർ അല്ലല്ലോ ആവേണ്ടത്, നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് കളക്ടർ അല്ലേ ആവാനല്ലേ വന്നത്. സോ മെറ്റീരിയൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾക്ക് ഈ ഒരു 20 ബുക്സ് ഞാൻ പറഞ്ഞത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബുക്ക് തന്നാൽ പോലും നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് സോഴ്സ് ആണ് നമുക്ക് വേണ്ടത്, ഇതിൽ നിന്നാണ് അവരെടുക്കുന്നത്, അതുപോലും ആവശ്യമില്ല നിങ്ങൾക്ക്. സോ ഇത് എവിഡൻസ് ബേസ്ഡ് ബുക്കാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ എവിഡൻസ് എന്താ, ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒന്നല്ല. ഞാൻ 200 സ്റ്റുഡൻസ് അവർ ക്ലിയർ ചെയ്ത എക്സാം പ്രിലിംസ് എന്റെ മെന്റീസ് ആണ്. അവരുടെ ഫീഡ്ബാക്ക്, അവരെന്താണോ ഫോളോ ചെയ്തത്, 200 സ്റ്റുഡൻസ് ഫോളോ ചെയ്ത് അവരുടെ ഒരു ഇൻപുട്ട് എടുക്കുമ്പോൾ അതെന്തായാലും റോങ് ആവില്ല. അവർ പാസ് ആവുകയും ചെയ്തിട്ടുണ്ട്, പാസ് ആവാത്തവരുടെ കാര്യമല്ല. കഴിഞ്ഞ ടു ഇയേഴ്സ് കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ പാസ് ആവേണ്ട കാര്യമാണ്. സോ ഇത് പ്രൂവൺ ആണ്, പ്രാക്ടിക്കൽ ആണ്, അതുപോലെ തന്നെ കറണ്ട് ഇപ്പോഴത്തെ UPSC പാറ്റേണിന് മാച്ച് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ UPSC പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. എവറി ടോപ്പർ സീക്രട്ട് എന്ന് പറയുന്നത് ഫോക്കസ് ആൻഡ് റെപ്പറ്റീഷൻ. സോ ഫോക്കസ് ചെയ്ത് വായിക്കുക. ഞാൻ പിന്നെയും പറയാണ്, കാരണം പല സ്ഥലത്തും നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് പരന്ന വായന, കൂടുതൽ വായന അല്ല, കുറവ് വായന, പക്ഷേ മാക്സിമം റീടെൻഷൻ. നിങ്ങൾക്ക് എഴുതണം, അത്രയും പേപ്പേഴ്സ് എഴുതണം, എങ്കിൽ നിങ്ങൾക്ക് അത്രയും റീറ്റെയിൻ ചെയ്യണം. സോ അത് മിസ്കോൺസെപ്ഷൻ ആണ്. അതിപ്പോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ വീക്ക്ലി ഒന്ന് ന്യൂ PDF ഒന്ന് ആഡ് ചെയ്യേണ്ട. ആഡ് ചെയ്യുന്നത് മന്ത്ലി കറണ്ട് അഫയേഴ്സ് മാത്രം, വേറെ ഒന്നുമില്ല. സോ ഈ 20 ബുക്സ് ഫിക്സ് ചെയ്യുക. റീഡ്, റിവൈസ്, റിവൈസ്, റിപ്പീറ്റ് ദ സൈക്കിൾ. റീഡ്, റിവൈസ്, റിപ്പീറ്റ്. റീഡ്, റിവൈസ്, റീറ്റെയിൻ, റീപ്രൊഡ്യൂസ്, റിപ്പീറ്റ്. ടെസ്റ്റുകൾ എഴുതുക. സോ കൺസിസ്റ്റൻസി ആണ് ഈ എക്സാമിൽ റിയൽ പവർ. സോ I repeat, you don't need 50 resources. You need one solid plan followed with patience, with system. So, see, you're not here to be overwhelmed. You're here to outperform. So, ഈ 20 ബുക്ക് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാൽ, വായിച്ചാൽ, നിങ്ങൾ UPSC പ്രിലിംസ് 2026 മസ്റ്റ് ആയിട്ട് എന്തായാലും നിങ്ങൾ പാസ്സാവും. നിങ്ങളുടെ സെലക്ഷൻ ഇയർ ആയിരിക്കും, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ സബ്ജക്ട്സിലും, ഈ ടോപ്പിക്കിലും, ഈ കോൺസെപ്റ്റ്സിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പറ്റും. സോ ഗൈസ്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ, മെന്റർഷിപ്പോ, ക്ലാസ്സസോ, ടെസ്റ്റ് സീരീസോ നമ്മളുടെ സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് us. വിൽ ഹെൽപ്പ് യു. സീ യു.